ഇപ്പോൾ പ്രാദേശിക ലേഖകൻ ശ്രീ മനോജ് കൂടി നമുക്കൊപ്പം ടെലഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ മനോജ്, വലിയ അപകടമാണ് സംഭവിച്ചത്. 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട വലിയ അപകടം. അങ്ങേക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട്? വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. രാവിലെ 7:10 ആണ് ഈ അപകടം സംഭവിച്ചതെന്നാണ് പറയപ്പെടുന്നത്. മണ്ണ് കയറ്റി വന്ന നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി ഒരു ബുള്ളറ്റിനെ ഇടിക്കാൻ തുടങ്ങിയെന്ന് പറയുന്നു. ഇത് അവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് അപകടം നടന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇപ്പോൾ ബസ് കാത്തുനിന്ന നിരവധി ആളുകളുടെ ഇടയിലേക്ക് കടയിലേക്ക് അവർ ഒരു കടത്തണ്ണയിൽ നിൽക്കുകയായിരുന്നു. അതിലേക്ക് ഇടിച്ചു കയറിയ ശേഷം നിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ ലോറി മറിയുകയായിരുന്നു. നിലവിൽ 5 പേരുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ മണ്ണ് മാറ്റിയുള്ള, കാരണം ഈ ലോറിക്ക് ഉള്ള മണ്ണായിരുന്നു, ടിപ്പർ ലോറി. അപ്പൊ മണ്ണ് മാറ്റിയുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ജനപ്രതിനിധികളും ഒക്കെ ചേർന്ന്. ശ്രീ മനോജ്, ഈ മരണസംഖ്യ ഉയരുന്നത് ഇത് സ്ഥിരീകരിക്കപ്പെട്ട മരണമാണോ? കാരണം നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് 3 പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്നാണ്. അത് 5ആയി ഉയർന്നിട്ടുണ്ടോ? അതെ, 5ആയിട്ട് വരുന്നുണ്ട്. കാരണം ഈ 3 പേരുടെ മരണം എന്ന് വെച്ചാൽ 3 പേരെ സ്പോട്ടിൽ നിന്ന് തന്നെ, അതായത് ഞാനിവിടെ എത്തിയതിനു ശേഷമാണ് 3 പേരെ മണ്ണിനടിയിൽ നിന്നും പുറത്തെടുത്തത്. അവരെ മരിച്ച നിലയിലായിരുന്നു. മറ്റു 2 പേരെ ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റുന്നിടയിലാണ്. കാരണം ഈ ഫയർഫോഴ്സ് ഒക്കെ എത്തുന്നതിന് വരെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. അവര് ഇപ്പോൾ ഈ വാഹനം വെട്ടിപ്പൊളിച്ച് അതിലുണ്ടായിരുന്ന ഡ്രൈവറെയും ക്ലീനറെയും പുറത്തെടുത്തിരുന്നു. ഒരു KSRTC ജീവനക്കാരനുണ്ട്, കുട്ടികളുണ്ട്. ഇതൊക്കെ ആളുകളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും കൃത്യമായി ഇനിയും ഇതിനകത്തൊരു കൺഫർമേഷൻ വരാനുണ്ട്. മൃതശരീരം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയാണുള്ളത് മരണമടഞ്ഞവരുടെ. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് അപകട സ്ഥലത്തു നിന്ന് വാഹനം മാറ്റി മണ്ണ് മാറ്റി ഇതിനുള്ളിൽ കൂടുതൽ ആളുകൾ അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ മനോജ്, അങ്ങക്ക് ഇപ്പം സംഭവ സ്ഥലത്തുണ്ട്, മനസ്സിലാക്കുന്നിടത്തോളം ഇതിപ്പം ഈ വലിയ തിരക്കുള്ള ഒരു സമയം കൂടിയാണ്. എല്ലാവരും ഈ പല പല കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന സമയമാണ്. അപ്പം ഈ ഈ സമയം, ഈ അപകടം ഉണ്ടാകുന്ന സമയം അവിടെ കുട്ടികൾ മാത്രമായിരുന്നു, അതോ നിരവധി പേർ അവിടെ ഉണ്ടായിരുന്നോ? പ്രാഥമികമായിട്ടും എത്ര പേർ അപകടത്തിൽപ്പെട്ടു എന്നാണ്? കുട്ടികൾ മാത്രമല്ല, അവിടെ ഓഫീസിൽ ഇപ്പോൾ ഒരു KSRTCയുടെ ഒരു മെക്കാനിക് ഇതിനകത്ത് മരണപ്പെട്ടിട്ടുണ്ട്. അത് സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇപ്പോൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെ പറയുന്നു അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച്. അവർ KSRTCയിലേക്ക് ജോലിക്ക് പോകാൻ നിന്നവരാണ്. അതുപോലെ തന്നെ ഓഫീസിലേക്കും മറ്റ് ജോലിക്കും ഒക്കെ ടൗണിലേക്ക് പോകാൻ നിൽക്കുന്നവർ, അതിനോടൊപ്പം സ്കൂൾ കുട്ടികൾ, ഇത്രയും പേരാണ് ഇതിൽ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ മണ്ണ് സ്ഥലത്ത് നിന്ന് മാറ്റി കഴിഞ്ഞു. ഇനി ഇതിനുള്ളിൽ ആരും അകപ്പെട്ടിട്ടുള്ളതെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനം മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന, ഒരിക്കലും കണ്ടു നിൽക്കാൻ കഴിയാത്ത. മണ്ണിനുള്ളിൽ ഇനിയും ആളുകൾ ഉണ്ടെന്ന് സംശയമുണ്ടോ? അല്ല, മണ്ണിപ്പോൾ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി പുതുതായിട്ട് ആരും ഉള്ളിൽ അകപ്പെട്ടതായിട്ട് ഇല്ല. അവിടുന്ന് നിലവിൽ മണ്ണ് പൂർണ്ണമായും മാറ്റി അപകടത്തിൽപ്പെട്ട വാഹനം മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ തുടരുന്നത്. അപ്പോൾ ശ്രീ മനോജ്, അങ്ങനെയാണെങ്കിൽ അപകടത്തിൽപ്പെട്ട എല്ലാവരും മരണപ്പെട്ടു എന്നാണോ? 7 പേർ? അല്ല, അതിനകത്ത് പരിക്ക് നിസ്സാര പരിക്ക് പറ്റിയവരൊക്കെ ഉണ്ട്. എല്ലാവരും മരണപ്പെട്ടിട്ടില്ല. ഈ ലോറി ഡ്രൈവർ, ഈ വാഹനം ഓടിച്ചയാൾ ആരാണ് മനോജ്? അവിടെ ഉണ്ടോ, അതോ എന്താ സംഭവിച്ചത് നമുക്ക് ഇപ്പോഴും അറിയില്ല. പരിക്ക് പറ്റിയ ആശുപത്രിയിലാണ്. ആളിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. കാരണം വാഹനം മുൻവശമൊക്കെ പൂർണ്ണമായി ഇടിച്ച് തകർന്ന നിലയിലായിരുന്നു. അപ്പം പരിക്ക് പറ്റിയ നിലയിലാണ് അവരെ ഡ്രൈവറെയും ക്ലീനറെയും പുറത്തെടുത്തത്. അവർ ആശുപത്രിയിൽ നിന്നാണ് ലഭിക്കുന്നത്. ശ്രീ മനോജ്, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്. ഇപ്പൊ നിലവിൽ മരിച്ച കുട്ടികളുടെ എണ്ണം എത്രയാണ്? 5 പേർ കുട്ടികളാണോ മരണപ്പെട്ട 5 പേരും? അല്ല, 2 പേരുടെ മൃതശരീരമാണ് കുട്ടികൾ ഞാൻ വെക്കുമ്പോൾ പുറത്തെടുത്തത്. കുട്ടികൾ മരണം എത്ര ഉണ്ടെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇതെല്ലാം പോലീസിന്റെയും ഔദ്യോഗിക സ്ഥിരീകരണം പുറത്തു വരേണ്ടതുണ്ട്. 5 പേരുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടുണ്ടെന്ന് മാത്രമേ നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ വ്യക്തമാക്കാൻ കഴിയൂ. ഓക്കെ ശ്രീ മനോജ്, ഒരുപാട് നന്ദി ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്.